പരമാധികാരവും ജനവിശ്വാസവും വെല്ലുവിളിക്കപ്പെട്ട അഹങ്കാരത്തിനൊടുവിൽ നിയമത്തിന്റെ ചമ്മട്ടിയടി. ഭാരതീയ സംസ്കാരത്തിന്റെ അതിതീവ്രമായ ആചാര അനുഷ്ഠാനങ്ങളെ വെറും കോമാളിത്തരമായി കണ്ട് വേദിയിൽ തുള്ളിയ ബോളിവുഡ് താരം രൺവീർ സിംഗിന് ഒടുവിൽ കോടതിയുടെ കൽപ്പനയ്ക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വന്നിരിക്കുന്നു. സൂപ്പർ ഹിറ്റ് ചിത്രം കാന്താരയിലെ അതിരൂക്ഷവും പവിത്രവുമായ ദൈവകോലത്തെ അതിവേഗം വികലമായി അനുകരിക്കുകയും ഭക്തർ നെഞ്ചിലെത്തുന്ന ദൈവസങ്കല്പത്തെ കേവലം ഒരു പിശാച് എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്ത സംഭവം രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ജനരോഷത്തിന് കാരണമായിരുന്നു. ഈ ദാർഷ്ട്യത്തിനിടെയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ അതിശക്തമായ ഇടപെടലിലൂടെ യഥാർത്ഥ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ആരാധക ലക്ഷങ്ങളുടെ നെഞ്ചിൽ തീ കോരിയിട്ട ആ അഹങ്കാര പ്രകടനം ഒടുവിൽ നിയമത്തിന് മുന്നിൽ മുട്ടുകുത്തി. ഗോവയിൽ നടന്ന രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന വേദിയിൽ കാന്താരയിലെ നായകൻ ഋഷഭ് ഷെട്ടിയെ സാക്ഷി നിർത്തിയായിരുന്നു രൺവീർ സിംഗ് ആ അനാദരവ് കാട്ടിയത്. കലയെയും ആചാരങ്ങളെയും തിരിച്ചറിയാത്ത വികലമായ അനുകരണം കണ്ട് ഭക്തസമൂഹം തെരുവിലിറങ്ങുകയായിരുന്നു. ജനവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയിൽ ബംഗളൂരു പോലീസ് താരത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതോടെ ബോളിവുഡിന്റെ ഈ ദുരന്ത ഒടുവിൽ നിയമത്തിന്റെ വഴിയിൽ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. താരപകിട്ടിന്റെ തിളക്കത്തിൽ എന്തും കാട്ടിക്കൂട്ടാമെന്ന ചിന്തയ്ക്ക് ജസ്റ്റിസ് നാഗപ്രസന്നയുടെ വക ശക്തമായ താക്കീത്. ജനങ്ങളിൽ വലിയ സ്വാധീനമുള്ള സിനിമാ താരങ്ങൾ തങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പൊതുസമൂഹത്തോട് മറുപടി പറയണമെന്നും തങ്ങളുടെ പ്രവർത്തികൾ വഴിതെറ്റായ സന്ദേശമല്ല നൽകേണ്ടതെന്നും കോടതി വളരെ ഗൗരവത്തോടെ നിരീക്ഷിച്ചു. താൻ ചെയ്തത് കൊടും തെറ്റാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതോടെ ഉപാധികളില്ലാതെ മാപ്പു പറയാൻ തയ്യാറാണെന്ന് രൺവീർ സിംഗിന്റെ അഭിഭാഷകൻ കോടതിയെ രേഖാമൂലം അറിയിക്കുകയായിരുന്നു. എന്നാൽ കേവലം ഒരു കടലാസ് മാപ്പപേക്ഷയിൽ ഒതുങ്ങാൻ കോടതി തയ്യാറായില്ല. മറിച്ച് ആചാര ലംഘനത്തിന് യഥാർത്ഥ പ്രായശ്ചിത്തം തന്നെ ചെയ്യണമെന്ന് കോടതി കൽപ്പിക്കുകയായിരുന്നു. നിഗൂഢതകൾ നിറഞ്ഞ പുലർച്ചെ 7:30 മാസ്ക് ധരിച്ച് ആരുമറിയാതെ ചാമുണ്ഡി മല കയറി ബോളിവുഡ് നായകൻ. ഹൈക്കോടതിയുടെ അന്ത്യശാസന പ്രകാരം കേസ് പൂർണ്ണമായി തള്ളണമെങ്കിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ മൈസൂരിലെ പ്രശസ്തമായ ചാമുണ്ടേശ്വരി ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിക്കണമെന്നായിരുന്നു വിധി. ഇതനുസരിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ സാധാരണക്കാരനായി മുഖംമൂടി ധരിച്ച് രൺവീർ സിംഗ് ചാമുണ്ഡി മലയിലെത്തി. സാധാരണ ഭക്തരെ പോലെ വരിയിൽ നിന്ന് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിൽ എത്തിയപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന പൂജാരിമാർ പോലും ഇത് ബോളിവുഡ് സൂപ്പർ താരമാണെന്ന് തിരിച്ചറിഞ്ഞത്. 10 മിനിറ്റോളം നീണ്ട കണ്ണീരണിഞ്ഞ പ്രാർത്ഥന, ഒടുവിൽ ദൈവകോപത്തിൽ നിന്നും നിയമക്കുരുക്കിൽ നിന്നും താൽക്കാലിക മോചനം. അതിശക്തമായ ഭക്തിയും ആചാര മഹിമയുമുള്ള ചാമുണ്ഡി അമ്മയുടെ നടയിൽ കൈകൾ കൂപ്പി തല കുനിച്ച് കണ്ണടച്ച താരം പ്രായശ്ചിത്ത പൂജകൾ നടത്തി. വേദിയിൽ കോമാളിത്തരം കാട്ടിയ ആ കൈകൾ കൊണ്ട് തന്നെ അമ്മയുടെ പാദങ്ങൾ തൊട്ടുവണങ്ങി പ്രസാദവും വാങ്ങി താരം മടങ്ങുകയായിരുന്നു. കലയും സിനിമയും ആവിഷ്കാര സ്വാതന്ത്ര്യവും എല്ലാം വിശ്വാസങ്ങളെയും ജനങ്ങളെയും ഹൃദയങ്ങളെയും ചവിട്ടി മെതിക്കാനുള്ളതല്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ സംഭവം സിനിമാ ലോകത്തിന് നൽകുന്നത്.